ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി മാരുതി സുസുക്കിയുടെ 2025 മോഡൽ വാഗണാർ ഇസെഡ് പ്ലസ് മോഡലാണ് ഈ വണ്ടി. 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വണ്ടിയാണിത്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിനൊരു യെല്ലോ ലൈറ്റ്, ഹാലോജൻ ലൈറ്റ് വരുന്ന ഒരു ഹെഡ് ലൈറ്റ് ആണ് വരുന്നത്. അതിൻ്റെ താഴെ ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നു. അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും യെല്ലോ ലൈറ്റ് വരുന്ന ഫോഗ് ലാമ്പ് കൊടുത്തേക്കുന്നു. പിന്നീട് ഇതിൻ്റെ ഗ്രില്ലിലേക്ക് വരുമ്പോൾ ക്രോം എലമെൻറ്റ് വരുന്ന ഗ്രില്ലും അതിൻ്റെ നടുക്കായിട്ട് ലോഗോയും. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഫ്രണ്ട് സെക്ഷനിൽ വരുന്നുള്ളൂ. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ 14 ഇഞ്ചസിൻ്റെ അലോയ് വീലാണ് വരുന്നത്. പിന്നെ സൈഡ് വശത്തേക്ക് വരുമ്പം മിററിൻ്റെ കൂടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കീലെസ് ആയിട്ടുള്ള എൻട്രി ഓപ്ഷൻസ് ഒന്നുമില്ല. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഇവിടെ ഡാഷ്ബോർഡ് കൊടുത്തിരിക്കുന്നു. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത് 7 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. അതിനകത്ത് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും സപ്പോർട്ട് ചെയ്യും. പിന്നെ അല്ലാണ്ട് ബ്ലൂടൂത്തും ഓക്സിലറി കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളാണ് വന്നേക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള AC നോബ്, ബേസിക് ആയിട്ടുള്ള AC നോബ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇസെഡ് പ്ലസ് മോഡലാണെങ്കിലും അതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ഒരു ഫോൺ ജസ്റ്റ് വെക്കാനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതിന് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ഇത് 5 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള RPM ഡീറ്റെയിൽസ്, ഫ്യൂവൽ, ആവറേജ് ഫ്യൂവൽ കാണിക്കും. അതിൻ്റെ കൂടെ അനലോഗായിട്ട് വരുന്ന ഒരു ക്ലസ്റ്ററും. സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് ബട്ടൺസ് ആയിട്ട് ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോൾ എടുക്കാനും കട്ട് ചെയ്യാനും, അത് വോയിസ് കമാൻഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ, പിന്നെ വോയിസ് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ നമ്മൾ പാട്ട് വെക്കുമ്പോൾ പാട്ട് മാറ്റാനും ഒക്കെ ആയിട്ടുള്ളൊരു ഓപ്ഷൻ, വോളി അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും. റൈറ്റിലോട്ട് വരുമ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, ഇവിടെ ബ്ലാങ്ക് ആണ്. പിന്നെ ഡോർ സൈഡിലേക്ക് വന്നു കഴിയുമ്പം 4 പവർ വിൻഡോസ് ആണ് വരുന്നത്. ഇവിടെ ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്, മിററിൻ്റെ ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച്, ഓട്ടോ ഓഫിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. പക്ഷേ ഈ ഓട്ടോ ഓഫ് ഞാൻ എപ്പോഴും ഓഫ് ചെയ്തിടാറാണ് പതിവ്. എനിക്ക് ഇതിൻ്റെ യൂസ് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഓടിക്കുമ്പോഴൊക്കെ ഇത് ഓഫ് ചെയ്തിടാറാണ് ഞാൻ പതിവ്. ഇതാണ് വാഗണാറിൻ്റെ ബാക്ക് സൈഡിലത്തെ സ്പേസ് എന്ന് പറയുന്നത്. വാഗണാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ പവർ വിൻഡോയുടെ സ്വിച്ചസ് ഇവിടെ കൊടുത്തേക്കുന്നു. ജസ്റ്റ് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സീറ്റ്സിലേക്ക് വരുമ്പോൾ സീറ്റ് ലെതർ സീറ്റ് പോലെയാണ് കൊടുത്തേക്കുന്നത്. ഹെഡ് റെസ്റ്റ് 2 ഹെഡ് റെസ്റ്റേ വരുന്നുള്ളൂ. നടുക്കിരിക്കുന്ന ആൾ ഹെഡ് റെസ്റ്റ് ഇല്ല. ഇവിടെ ഹാൻഡ് റെസ്റ്റ് വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. കാല് വെക്കാനുള്ള സ്പേസ് ഇപ്പോൾ ഈ സീറ്റ് അത്യാവശ്യം മുന്നോട്ടാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം പിന്നിലേക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ കുഴപ്പമില്ലാത്തൊരു സീറ്റ്, എൻ്റെ ഹൈറ്റിന് എനിക്ക് ഇത് കുഴപ്പമില്ലാണ്ട് തന്നെ കാല് വെക്കാൻ പറ്റുന്ന ഒരു ഇത് കിട്ടുന്നുണ്ട്. വാഗണാറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അതിന് ഇവിടെ ഒരു ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇൻഡിക്കേറ്റർ, ബാക്ക് ലൈറ്റ്, പിന്നെ ഇവിടെ റിയർ വൈപ്പർ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് വാഗണാർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു റിയർ ക്യാമറയുടെ ഇതാണ് കൊടുത്തിരിക്കുന്നത്, റിയർ ക്യാമറ. ഇവിടെയാണ് എക്സോസ്റ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇതിന് വളരെയധികം ലുക്ക് കൂട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്പോയിലർ. ഈ വാഹനത്തിന് വളരെയധികം നല്ല രീതിയിൽ അതിൻ്റെ ഒരു ലുക്ക് കൂട്ടുന്നുണ്ട്.